മണിയടിക്കുമ്പോഴും എൻ്റെ മനസ്സ് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹ നടയിലേക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931കളിലാണ്. പാവപ്പെട്ടവൻ വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അമ്പലത്തിൽ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, നല്ലതിനെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ലാത്ത ആ കാലഘട്ടത്തിലാണ് 1931 കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അമ്പലത്തിൽ പ്രവേശിക്കാനും മണിയടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരം ആരംഭിച്ചു. ആ സമരം കൊടുമ്പിരി കൊണ്ടു. ആ സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാരെ അടിച്ചു ഓടിക്കുകയായിരുന്നു ചില ആളുകളുടെ ജോലി. അങ്ങനെ ഒരു ദിവസം കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സമരസഖാക്കൾ അല്ലെങ്കിൽ സമരഭടന്മാർ അമ്പലത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് മണിയടിക്കാൻ തുടങ്ങി. അങ്ങനെ മണിയടിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഈ ഇതിനെ എതിർക്കുന്ന ആളുകൾ അവരെ പൊതിരെ തല്ലുകയുണ്ടായി. കൃഷ്ണപിള്ളയുടെ പുറത്താണ് പുളിവടി കൊണ്ട്, അവിടെ പുളിവടി എന്ന് പറയുന്നത് അവിടെ പായസം വയ്ക്കാൻ പുളിവിറകാണ് ഉപയോഗിക്കുന്നത്. ആ വിറകിൻ്റെ നല്ല കഷ്ണങ്ങളുണ്ട്, അതെടുത്താണ് അടിക്കുന്നത്. അടി സഹിക്കാൻ പറ്റാതായി. അങ്ങനെ തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തവരാണ് തങ്ങളെന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷ്ണപിള്ള അദ്ദേഹം ചിന്തിച്ചു, ഇവരടിക്കുന്ന പോലെ തിരിച്ചടിക്കാനുള്ള ശേഷി നമുക്കില്ല. പിന്നെ നമ്മുടെ ശേഷി എന്ന് പറയുന്നത് നാക്കാണ്. നമ്മൾ വെറുതെ വിളിക്കുന്ന മുദ്രാവാക്യമല്ല, തോക്കിനെ തോൽപ്പിക്കും വാക്കാണ് ഞങ്ങൾ, നാക്കാണ് ഞങ്ങൾ എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് അവിടെ തെളിയിക്കുകയായിരുന്നു കൃഷ്ണപിള്ള ചെയ്തത്. അല്ലെ, ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് മുമ്പിൽ അടിപതറാതെ നിന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. അടിക്കുന്നവരെ വാക്കുകൊണ്ട് തടയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രസക്തമായിട്ടുള്ളൊരു വാക്കുണ്ട്, അല്ലേ, അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഞാനിവിടെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണ്ട. അദ്ദേഹം പറഞ്ഞു, ഉശിരുള്ള നായർ മണിയടിക്കും, അതില്ലാത്ത നായർ പുറത്തടിക്കുന്നു. അതില്ലാത്ത നായർ എന്നല്ല പറഞ്ഞത്, അത് ഞാൻ പറയില്ല. അതായത് ഉശിരുള്ള നായർ മണിയടിക്കും, അതില്ലാത്തവർ പുറത്തടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അടി നിർത്തിയത്. അന്ന് കൃഷ്ണപിള്ള അടി കൊണ്ട് മണിയടിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടായത്. ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കുറച്ചു കാലം, 3 വർഷത്തോളം. അപ്പോൾ ഈ മിക്കവാറും മണിഗോപുരങ്ങളുടെ തറക്കല്ലിടാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു, മണിഗോപുരങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ആ ചിത്രം സഖാവ് കൃഷ്ണപിള്ളയുടേതാണ്. ആ വലിയ മനുഷ്യൻ തല്ലുകൊണ്ട് മണിയടിച്ച ചിത്രമായിരിക്കും മനസ്സിലെപ്പോഴും വരുന്നത്. അന്ന് ആ മഹാനായ നേതാവ് കൃഷ്ണപിള്ള മണിയടിച്ച് സമരം തല്ലുകൊണ്ട് സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെപ്പോലൊരാൾക്ക് ഈ ഗോപുരത്തിൽ കയറി അല്ലെങ്കിൽ ഈ അമ്പലനടയിൽ കയറി അവിടെ മണിഗോപുരത്തിൻ്റെ തറക്കല്ലിടാനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള അവസരം ലഭ്യമാകുമായിരുന്നില്ലായിരുന്നു. ആർക്കൊരു പ്രതികരണമില്ല. അതാണ് നമ്മുടെ സമൂഹം ഇപ്പം ചെന്നുപെട്ട ഒരു അവസ്ഥ. അതാണ്, അതായത് കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകൾ വഴി നടക്കാനും അതുപോലെ തന്നെ അമ്പലത്തിൽ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനും മണിയടിക്കാനുമുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന ചരിത്രം നമ്മൾ മറന്നു പോവുകയാണ്. അതാണ് നവോത്ഥാനം നേരിടുന്ന അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാട് ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ലല്ലോ. നവോത്ഥാനം എന്ന് പറയുന്ന ആ പ്രക്രിയ നമ്മുടെ കേരളത്തിലല്ലല്ലോ ആദ്യം ആരംഭിച്ചത്. മാഷ്ക്കറിയാം നല്ലപോലെ. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും വലിയ രീതിയിലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ അവിടെ നടന്നു. ബംഗാളിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമെല്ലാം ഒരുപക്ഷേ എന്നല്ല, കേരളത്തേക്കാൾ ഉജ്ജ്വലമായ നവോത്ഥാന പോരാട്ടങ്ങളാണ് നടന്നത്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായിക്കൊണ്ടുള്ള വലിയ മുന്നേറ്റങ്ങളുമുണ്ടായി. ആ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം മഹാഭൂരിപക്ഷത്തിനും ആ സമൂഹത്തിൽ എല്ലാം നിഷേധിക്കപ്പെടുന്ന സമീപനം കണ്ടു. അക്ഷരവും അറിവും അധികാരവും സമ്പത്തും എല്ലാം നിഷേധിക്കപ്പെടുകയും സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മഹാഭൂരിപക്ഷത്തെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. അത് സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ ആ തിരിച്ചറിവിൽ നിന്ന് അത് മാറ്റമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന് മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ പൊതിയാണെന്ന് വിചാരിക്കേണ്ടതല്ല. നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ദുരന്തങ്ങൾ മനസ്സിലാക്കി അതില്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ പോരാട്ടങ്ങൾ ഒരുപാട് മഹാന്മാരായ സാമൂഹ്യ നവോത്ഥാന നായകരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്ന വലിയൊരു സാമൂഹ്യ നവോത്ഥാന നായകനാണ്
മഹാരാഷ്ട്രയിലെ ജ്യോതിറാവ് ഭൂലെ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. ആ മഹാനായ ജ്യോതിറാവ് ഭൂലെയുടെ നേതൃത്വം നടത്തിയ മഹാരാഷ്ട്രയിൽ നടത്തിയ അത്യുജ്വലമായിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളിലൊടുവിലാണ് അദ്ദേഹം വലിയൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അന്ന് വരെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് അക്ഷരവും അറിവും ഉണ്ടായിരുന്നില്ല. ആ അക്ഷരവും അറിവുമില്ലാത്ത ആളുകളെ അക്ഷരവും അറിവും ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രഥമ കടമ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുത്തു. ആ വിദ്യാഭ്യാസ പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ തന്നെയാണ് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി. അങ്ങനെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിയതിൻ്റെ ഫലമായിക്കൊണ്ട് അദ്ദേഹം ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പെൺകുട്ടികൾക്ക് പള്ളിക്കൂടം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെയുള്ള പിന്തിരിപ്പന്മാരെല്ലാം അതിനെ ശക്തിയായി എതിർത്തു. ഒരു കാരണവശാലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള വാദം ശക്തമായി ഉന്നയിച്ചു. അദ്ദേഹം തൻ്റെ ഇച്ഛാശക്തിയുമായിട്ട് മുന്നോട്ട് പോയി. പെൺകുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ അറിവുള്ളവരാക്കി മാറ്റണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. അന്ന് വയ്ക്കുമല്ലോ പട്ടയൊക്കെ വെച്ച് കെട്ടിയ സ്കൂളാണ് പള്ളിക്കൂടങ്ങളാണ്. എളുപ്പത്തിൽ കത്തിക്കാൻ കഴിയുമായിരുന്നു. വെങ്ങാനൂർ സ്കൂൾ കത്തിച്ച പോലെ തന്നെ എളുപ്പത്തിൽ കത്തിക്കാൻ കഴിയുന്ന സ്കൂളായിരുന്നു. പല ഘട്ടങ്ങളിലും ഈ പിന്തിരിപ്പന്മാർ സ്കൂൾ കെട്ടിടം കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം വീണ്ടും വീണ്ടും കെട്ടി ഉയർത്തി. അവസാനം നിവൃത്തിയില്ലാതെ ഈ പിന്തിരിപ്പൻ ശക്തികളെല്ലാം കൂടി അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കണ്ടീഷൻ വെച്ചു. നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിച്ചു, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്താണ്? ആ കണ്ടീഷൻ എന്ന് പറയുന്നത് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടത് സ്ത്രീകൾ തന്നെ ആയിരിക്കണം. അങ്ങനെ സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. അപ്പം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്ന് നല്ലപോലെ അറിയുന്ന ആളുകൾ തന്നെയാണ് പറഞ്ഞത് സ്ത്രീകൾ പഠിപ്പിക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അത് 1848 എന്നുള്ള പ്രത്യേകത കൂടി അതിനുണ്ട്. 1848 പ്രത്യേകത എന്താണ്? കാൾമാക്സും എംഗൽസും എല്ലാം കൂടി എഴുതി തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷമാണ് 1848. 1848 പെൺകുട്ടികൾക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ ഒരു സ്കൂൾ പടുത്തുയർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്. അപ്പം അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രിബായി ഭൂലെ, അവർ ബാലവിവാഹമായിരുന്നു, രണ്ടുപേരും ഏജ് വളരെ കുറവായിരുന്നു. അങ്ങനെ സാവിത്രിബായി ഭൂലെയെ അദ്ദേഹം ആദ്യം അക്ഷരം പഠിപ്പിച്ച് അറിവ് നേടി. സാവിത്രിബായി ഭൂലെ എന്ന ആ മഗതിയെ കൊണ്ട് ഈ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ സാവിത്രിബായി ഭൂലെ, ഞാൻ എല്ലാ ടീച്ചർമാരോടും പറഞ്ഞ അധ്യാപകരോടും പറയും, ആദ്യം അധ്യാപകർ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ടീച്ചർമാർ ആദരിക്കേണ്ടത് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവിത്രിബായി ഭൂലെയാണ്. ആ സാവിത്രിബായി ഭൂലെ എന്ന് പറയുന്ന ആ മഗതി ഈ പെൺകുട്ടികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കാൻ വേണ്ടി സഹിച്ച ത്യാഗമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് സ്കൂളിലേക്ക് വരുന്ന സമയത്ത്, കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് പലതരത്തിലുള്ള പീഡനത്തിന് വിധേയരായി. അവരെ മണ്ണെടുത്തെറിഞ്ഞു, കല്ലെടുത്തെറിഞ്ഞു, ചാണകമെടുത്തെറിഞ്ഞു. അതെല്ലാം സഹിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ്. അവസാനം അവരെന്ത് ചെയ്തു? ഇതെല്ലാം ചെയ്തിട്ട് അവർ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ വിസർജനം തന്നെ അവരുടെ ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്തു. അപ്പം മനുഷ്യ വിസർജനം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്നാണ് അവർ കരുതിയത്. എന്നാൽ ആ മഗതി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോൾ ഈ മലമൊഴിച്ചാൽ പോലും പകരം സ്കൂളിൽ ചെന്നാൽ മാറ്റി ഉടുക്കാനുള്ള ഡ്രസ്സ് പല രീതിയിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചിട്ടാണ് വന്നത്. വിസർജ്യം ആയ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞ് അതിനുശേഷം കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അധ്യാപകർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞാനിപ്പോൾ കാസർഗോഡ് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് സാവിത്രിബായി ഭൂലെ എന്ന് പറഞ്ഞ ഒരു മോഡൽ സ്കൂൾ സ്ഥാപിച്ചു. സാവിത്രിബായി ഭൂലെയെ അനുസ്മരിക്കേണ്ടത്. അവിടെ സ്കൂളിൻ്റെ പേര് വേറെയായിരുന്നു. ആ പേര് മാറ്റിയിട്ട് സാവിത്രിബായി ഭൂലെ എന്നുള്ള ആ മഗതിയുടെ പേരിട്ടു. ഞാനിവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു, അവിടെ നടത്തിയ ഉജ്ജ്വല പോരാട്ടം പിന്നീട് തമിഴ്നാട്ടിലേക്ക് വന്ന് തുടർന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ആ പോരാട്ടം വ്യാപിച്ചത്. 1924 എന്ന് പറയുന്ന വൈക്കം സത്യാഗ്രഹം നടന്നതാണ്. ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ സ്റ്റാലിനുമെല്ലാം കൂടി കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ അന്നത്തെ ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ തന്തപ്പെരിയോർ അദ്ദേഹത്തിൻ്റെ രാമസ്വാമി
അവർ പറഞ്ഞു നായ്ക്കർ എന്ന് പറയരുതെന്ന് പറഞ്ഞു. രാമസ്വാമി നായ്ക്കർ എന്നാണ് പേരെങ്കിൽ പോലും ഞാൻ തമിഴ്നാട്ടിൽ നിന്നിട്ട് തന്തപ്പെരിയോർ രാമസ്വാമി നായ്ക്കർ എന്ന് പറഞ്ഞപ്പോൾ നായ്ക്കർ എന്ന് പറയാം. തന്തപ്പെരിയോർ എന്ന് പറഞ്ഞാൽ അതാണ് തമിഴ്നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ സ്മാരകം അവിടെ വൈക്കത്ത് പണിതിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് അത് ഉദ്ഘാടനം ചെയ്തു. മന്നത്തിൻ്റെ നാമധേയോടെ സൂചിപ്പിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി അടക്കമുള്ള ആളുകൾ വന്നു. അങ്ങനെ വഴി നടക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊളോക്കിയലായിട്ട് പറയേണ്ട പട്ടിക്കും പൂച്ചയ്ക്കും നടന്നു പോകാനുള്ള വഴിയിലൂടെ മനുഷ്യൻ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഉജ്ജ്വല പോരാട്ടമാണ് വൈക്കത്ത് നടന്നത്. ഇതുപോലെ നിരവധി സമരങ്ങൾ പിന്നീട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വരികയുണ്ടായി. ആ പോരാട്ടങ്ങൾ എല്ലാം നയിച്ചവർ ആരൊക്കെയായിരുന്നു? കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഒട്ടേറെ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഒട്ടേറെ സാമൂഹ്യ നവോത്ഥാന നായകർ വന്നു. ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി കൊണ്ടവർ ചിന്തിച്ചു, മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റമുണ്ടാകണം, മനുഷ്യന് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ അന്തസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് മറ്റ് സ്ഥലങ്ങളിലും വലിയ പോരാട്ടങ്ങൾ നടത്തിയത്. പക്ഷേ ആ പോരാട്ടങ്ങൾ വിജയത്തിലെത്തിയോ എന്നുള്ളത് നാം പരിശോധിക്കുമ്പോൾ അത് വേണ്ടത്ര വിജയത്തിലെത്തി എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. എന്തുകൊണ്ടാണ്? സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട്, നമ്മുടെ മലയാള മണ്ണിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ നാട് ഒരു ഭ്രാന്താലയമാണ് എന്നിട്ട്. ഭ്രാന്താലയമാണ് എന്ന് പറയാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ നാട്ടിൽ നിലനിന്നു. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഭ്രാന്താലയമെന്ന്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം പിന്നിട്ടിട്ടും നമുക്കൊരു ഭരണഘടന തയ്യാറാക്കി 75 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യം ഇപ്പോഴും ഭ്രാന്താലയമായി തുടരുന്നു എന്നുള്ള കാര്യം നാം മറന്നുകൂടാ. കഴിഞ്ഞ ദിവസം, അതായത് നവംബർ 26 സംയുക്ത പാർലമെൻ്ററി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഘടന ഉണ്ടായതിൻ്റെ 75ാം വാർഷികമാണ്. അതിനുശേഷം 2 ദിവസങ്ങളിലായിട്ട് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോകസഭയിലും രാജ്യസഭയിലും ചർച്ച നടന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 75 വർഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചയാണ്. 13, 14 തീയതികളിൽ ലോകസഭയിലും 16, 17 തീയതികളിൽ രാജ്യസഭയിലുമാണ് ചർച്ച നടന്നത്. ആ ചർച്ചയുടെ 17-ാം തീയതി മറുപടി പറഞ്ഞ ബഹുമാനായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ഇന്ത്യയുടെ രാജ്യസഭയിൽ പറഞ്ഞ കാര്യം ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മുടെ മനസ്സിൽ നിന്നും ആ ദുഷിപ്പ് മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവായിരുന്നു. എൻ്റെ വിശാംശത്തിലേക്ക് കിടക്കണ്ടല്ലോ. അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ നേതാവ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ആ ഭരണഘടന നിർമ്മിച്ച സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ ഭരണഘടന പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിൽ തന്നെ അതിനെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള കോലാഹലങ്ങളുണ്ടായി. ഈ ഭരണഘടന എന്ന് പറയുന്നത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയല്ല. അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയണം എന്നുള്ള വാദമെല്ലാം ശക്തമായി ഉണ്ടായിരുന്നു. ആ ഭരണഘടന നമ്മൾ അംഗീകരിച്ചു. നമ്മുടെ ദേശീയ നേതാക്കൾ ഒത്തുചേർന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരിക്കണമെന്ന് അവർ തീരുമാനിക്കാൻ കാരണം? ഇവിടെ വ്യത്യസ്ത ജാതികളും മതങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു രാജ്യമല്ല. വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത ജാതികളുണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഭരണഘടന എന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ദേശീയ നേതാക്കൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനം. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത്. മതരാഷ്ട്രമാകണമെന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചപ്പോൾ ഈ ഇന്ത്യ മതേതര രാജ്യമായി നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും ഒന്നുപോലെ എന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടായത്. നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, എല്ലാവരും തുല്യരാണ് എന്നുള്ള കാര്യമാണ്. ജനനം കൊണ്ടോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനം കൊണ്ടോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾ അത് ഇന്ത്യക്കാരനാണ്, അവർക്ക് തുല്യതയാണ്, അവർക്ക് പ്രത്യേകതയൊന്നുമില്ല. ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ടും അതിൽ പറയുന്നില്ല. എല്ലാവരും തുല്യരാണ്. ഞാനൊരു സിമ്പിൾ കഥ പറയാം. എൻ്റെ ഒരു അധ്യാപകൻ എന്നെ പറഞ്ഞതെന്നാണ്. ആ കഥ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പുറകിലെ ബെഞ്ചിലിരിക്കുന്നവരോട് അധ്യാപകർ ചോദ്യം ചോദിക്കാറില്ല. നമ്മളൊക്കെ പുറകിലിരുന്ന ആളുകളായിരിക്കും അല്ലേ? അപ്പോൾ ഒരു ദിവസം ഒരു കണക്ക് മാഷ് വന്നിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, അവരോട് ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു.
അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കണക്ക് ഉദ്ധരിച്ചു. അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെല്ലാം അത്ഭുതത്തോടു കൂടി അധ്യാപകനെ നോക്കാൻ തുടങ്ങി. ഈ മാഷക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് കുട്ടികൾ നോക്കുന്നത്. കാരണം ഇന്ന് വരെ പുറകിലിരിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളോട് ചോദ്യമേ ചോദിച്ചിട്ടില്ല. ആ സമയത്താണ് ഈ മാഷ് വന്നിട്ട്, അധ്യാപകൻ വന്നിട്ട് പുറകിലെ ബെഞ്ചിലെ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഷക്ക് എന്നാണ് ആദ്യം കുട്ടികൾ ധരിച്ചത്. പക്ഷേ മാഷ് ചോദ്യം ചോദിച്ചു. ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഫസ്റ്റ് കുട്ടിയോടാണ് ചോദ്യം ചോദിച്ചതാണ്, ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ എന്നാണ് ചോദ്യം. ആ കുട്ടി ചാടി എഴുന്നേറ്റ് മറുപടി മാഷ്ക്ക് കൊടുത്തു, ഒരു 5000 രൂപ മാഷ് എന്ന് പറഞ്ഞു. മാഷ് അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 5000 രൂപ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയോട് ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ രണ്ടാമത്തെ കുട്ടി മാഷോട് പറഞ്ഞു, മാഷ് ആ ചോദ്യം ഒന്നും കൂടി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി സംശയമില്ലാതെ പറഞ്ഞു 800 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ഇരിക്കാൻ പറഞ്ഞു. ഇനി ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാൻ വഴിയില്ല എന്ന് മനസ്സിലായി. ആ ബെഞ്ചുകാരോട് ഇനി ചോദിക്കേണ്ട വെച്ചാൽ നെക്സ്റ്റ് ബെഞ്ചിലെ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലെ മൂന്നാമത്തെ കുട്ടി എഴുന്നേറ്റ് നിന്ന് മാഷോട് അങ്ങോട്ടൊരു ചോദ്യം. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിയല്ലോ, അത് 1947 നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആ മാഷ് പറഞ്ഞു, അതെ. അതിനുശേഷം നമ്മളൊരു സാധനം ഉണ്ടാക്കിയല്ലോ. എന്താ സാധനം? മാഷക്കും സംശയമായി, കുട്ടിക്കും സംശയമായി. അപ്പോൾ അവൻ ഇടയ്ക്ക് കയറി ഭാ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, ഓ ഭരണഘടന എന്ന് പറഞ്ഞു. ഭരണഘടന തന്നെ. ആ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമില്ലേ മാഷേ എന്ന് ചോദിച്ചു. എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ചോദ്യം മാഷോട് കുട്ടി ചോദിക്കുക. അങ്ങനെ കുട്ടി മാഷോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ഉണ്ട്, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് അത്? ഈക്വാലിറ്റിയാണ്, തുല്യതയാണ്. ആണല്ലോ? അതെ. എന്നാൽ ആ ഈക്വാലിറ്റിക്ക്, തുല്യതയ്ക്ക് ഞാൻ അർഹനല്ലേ എന്നുള്ള അടുത്ത ചോദ്യം. കാരണം ലാസ്റ്റ് ബെഞ്ചിലെ 2 കുട്ടികളോട് ചോദ്യം ചോദിച്ചു. മൂന്നാമത്തെ കുട്ടിയായ എന്നോട് ചോദ്യം ചോദിക്കാതെ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമല്ലേ എന്ന് മാഷോട് അങ്ങോട്ട് ചോദിക്കുക. മാഷ് പറഞ്ഞു, സോറി, അത് ശരിയാണ്, ഞാൻ അവനോട് ചോദിക്കേണ്ടതായിരുന്നു. കാരണം ആ തുല്യതയ്ക്ക് നീയും അർഹനുണ്ട്. ആ തുല്യതയുണ്ട് എന്ന് നമ്മൾ മണ്ടന്മാരാണെന്ന് പറഞ്ഞ് പുറകിലേക്ക് തള്ളിയ കുട്ടികൾക്കടക്കം അവരുടെ മനസ്സിലതുണ്ട്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത, ഈക്വാലിറ്റിയെക്കുറിച്ച്. ആ കുട്ടി അവസാനം മാഷ് ചോദിച്ചതിന് മറുപടി പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ രസമാണ്. ആ കുട്ടി അപ്പം മാഷ് വീണ്ടും ആവർത്തിക്കുകയാണ് ചോദ്യം, ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി മാഷോട് തിരിച്ചങ്ങോട്ട് ഉത്തരം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, മാഷ് ഒരാടിന് 200 രൂപ, അതങ്ങനെ 5 ആടിന് എത്ര എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. മാഷ് ഒരു കാര്യം ചെയ്യും, 5 ആടിനെ ഇവിടെ കൊണ്ടുപോവാ, ഓരോ ആടിൻ്റെയും വില എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് മാഷക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഓരോ ആടിൻ്റെയും വലിപ്പം വ്യത്യാസമുണ്ടാവും, വെയിറ്റ് വ്യത്യാസമുണ്ടാവും. 5 ആടിനെ മാഷ് കൊണ്ടുപോവാ, ആ 5 ആടിൻ്റെ ഓരോ ആടിൻ്റെയും വില എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്ന് മാഷോട് കുട്ടി അങ്ങോട്ട് പറഞ്ഞു. അല്ലേ? അതിൽ യുക്തിയുണ്ടോ? അതിൽ യുക്തിയുണ്ട് അല്ലേ? അപ്പോൾ മണ്ടന്മാരാന്ന് പറഞ്ഞ് പുറകിലേക്ക് തള്ളിയ ആളുകളൊന്നും മണ്ടന്മാരല്ല. നമ്മൾ നിരക്ഷരാന്ന് പറഞ്ഞ് പുറകിലേക്ക് തള്ളുന്ന ആളുകൾ അവരറിവില്ലാത്തവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. അതാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹം. അതാണ്. അങ്ങനെയുള്ള ഇന്ത്യൻ സമൂഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നതിനുള്ള തെളിവാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചുള്ള ചർച്ച നടന്ന സന്ദർഭത്തിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുക. രാജ്യസഭയും ലോക്സഭയും വലിയ ചർച്ചയായി. നമ്മുടെ പാർലമെൻറ്റും വലിയ സമരത്തിൻ്റെ വേദിയായി മാറി. ഞാനിത് സൂചിപ്പിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അത് തിരിച്ചു നടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം.